ഉള്ള ചർച്ചകളും പിന്നീട് തീരുമാനങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോയി നമ്മള് അൽമായരെ ഇവര് വെറുതെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. പഴയ ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ പൊതുവെ ഈ അധ്യാപകരെ പറ്റി പറയുന്ന ഒരു രീതിയുണ്ട്. കാരണം വെച്ചാൽ അവര് ഈ കുട്ടികളെ പഠിപ്പിച്ച ഒരു പരിചയമാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം അവർ പറയുന്ന എല്ലാം ശരിയാണെന്നൊരു തോന്നൽ. ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ അച്ഛന്മാർ പോയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം ഓരോ രൂപതകളിൽ അതിന്റെ അധിപന്മാരാണ്. ഒരാള് നമ്മുടെ ഡൽഹിയിലുള്ള ഫരീദാബാദ്, അതുപോലെ തന്നെ മാണ്ഡ്യ, അങ്ങനെ തുടങ്ങിയ എല്ലായിടത്തുമുള്ള രൂപത അധ്യക്ഷന്മാരാണ് ഇവരെല്ലാം. ഒരു വിരോധാഭാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് പറയാണ് അങ്കമാലി എറണാകുളം രൂപതയിൽ ഇങ്ങനെ പറ്റില്ല. ഇവർക്ക് എന്താ തലയ്ക്ക് നല്ല വട്ടുണ്ടോ? അവിടെയൊക്കെ അവർക്ക് ചെല്ലാം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? അവിടെ ഉള്ളവരെ കൈവയ്ക്കും എന്നുള്ള പേടിയാ അവർക്ക്. ഇവിടെ എന്ത് വേഷം കെട്ട് കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ അഹംഭാവം. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ട് മുഖമാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം. ഇവിടെയുള്ള പാവം വിശ്വാസികളെയും അച്ഛന്മാരെയും ഇങ്ങനെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കണ്ട. എന്താ ഇവരുടെയൊക്കെ ലക്ഷ്യം? ഇത് നശിപ്പിച്ച് കുളമാക്കുക. ഇവരിത്ര വർത്താനമൊക്കെ പറയണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ സഭയുണ്ടാക്കി പോകുന്നു. ഞങ്ങൾ പോയിക്കൂടെ ഇറങ്ങാം. ഇവിടുത്തെ 5 ലക്ഷം പേരും കൂടെ അവരെ കൂടെ അങ്ങ് ഒഴുകി പോകുന്ന പറഞ്ഞു. നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. മാർപ്പാപ്പയെ വിട്ടിട്ട് ഒരൊറ്റ കുഞ്ഞു പോകാൻ തയ്യാറില്ല. അപ്പൊ മനസ്സിലായി ഇതിന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ വെറും നാമാവിശേഷമായി പോകാമെന്നുള്ള അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഇവിടെയുള്ള സമ്പത്ത് അടിച്ചു മാറ്റി എങ്ങനെ പുട്ടടിക്കാം, ഇതാണ് ഇവരുടെ ചിന്ത. അതിനു വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് ഇവർ പോവുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങളൊരു വണ്ടി അങ്ങോട്ട് പോകണ കണ്ടില്ലേ? എന്താ അതിനകത്ത് ചോദിച്ചേ? ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാനില്ല. ഭക്ഷണമായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് മോശമാക്കേണ്ട കാര്യമില്ല. നമ്മുടെ സഭയല്ല, അവർ കഴിക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മുഖം നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഈ പറയുന്ന 8 മെത്രാന്മാര് നിങ്ങളുടെ രൂപതകളില് ഈ പറയുന്ന നിലവിലുള്ള നിങ്ങൾ ചെല്ലണം എന്ന് പറയുന്ന ജനാഭിമുഖ കുർബാന അങ്ങോട്ട് ചെല്ലിക്ക്. കുർബാന എങ്ങനെ ചെല്ലണം എന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ച് അതിനുള്ളൊരു സമയമാണ്, സാവകാശമാണ് ഞങ്ങൾ ചോദിക്കണേ. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിങ്ങനെ നീട്ടി കൊണ്ടുപോയിരിക്കണം. കൂടുതൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ഇവിടെ 4 മെത്രാന്മാരെ ഇവിടുന്ന് രാജിവെപ്പിച്ചു. അറിയാലോ നിങ്ങൾക്കൊക്കെ. ആദ്യത്തെ മെത്രാനെ നമ്മളിവിടെ രാജിവെച്ച് പോകേണ്ടി വന്ന മെത്രാനാരാ? അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കരിയിൽ പിതാവ്. നല്ലൊരു മനുഷ്യനായിരുന്നു എൻ്റെ അങ്ങനെ കൂട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇവിടെ ഉള്ള ഈ പറയുന്ന ഇരിക്കുന്ന 8 കൂടെ കൂടി പറഞ്ഞ് പറ്റിച്ച് ഈ പരുവത്തിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആലഞ്ചേരി പിതാവ് രാജിവെക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇനി ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ അകത്തിരിക്കുന്നത് അടുത്തൊരു നമ്മുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള് ഒരു രക്ഷയില്ല. ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിനെയും ഈ രാജിക്കത്ത് എഴുതി മേടിക്കും. നമ്മുടെ എയർപോർട്ടിൽ വന്ന് എഴുതി മേടിച്ചുകൊണ്ട് പോകും. ഒരു തർക്കമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഒരു വ്യക്തിഗത സഭയാണ്. ആ സഭയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഈ സിനഡിനുണ്ട്. ആ സിനഡ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ദീർഘനാളൊന്നും ഈ സിനഡൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിന് തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആ തീരുമാനം നടപ്പിലാക്കുന്നവരെ ഞങ്ങൾ ഈ സമരമുഖത്ത് ഉണ്ടാകും. അതിന് ഇത് ഒറ്റ വാക്കോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ സമരത്തിനെ ഒന്നും ആർക്കും തടയാൻ പറ്റില്ല. ഇവിടെ ഇടിവണ്ടിയൊന്നും കൊടുത്തിട്ടൊന്നും ഞങ്ങളാരും പേടിച്ചു പോകുന്നു വിചാരിച്ച് ആരും ഇരിക്കണ്ട. അങ്ങനെയൊന്നും പേടിപ്പിക്കാൻ പോകുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ, കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മുടെ സങ്കീർത്തനത്തിന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ കർത്താവായ ദൈവത്തെ പറ്റി അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തകൻ പറയാണ്, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്ന് തിരിച്ചറിയുന്നത്. എന്താ? കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാനായിട്ട് എന്താണെന്നുള്ളത് പുസ്തകം 6:58 പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 6:58 എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ജീവിക്കുന്നവൻ മാത്രമാണ് എന്നേക്കും ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 33 വർഷക്കാലം നമ്മുടെ ലോകമാതാവായ പരിശുദ്ധ ദൈവമാതാവിന്റെ
ഗർഭത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് ദരിദ്രനിൽ ദരിദ്രനായി സ്വർഗപിതാവുമായി സമാനത നിലനിർത്താതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് കാലിത്തൊഴുത്തിൽ ബേഥലേഹേമിലെ കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പിറന്നത്. അപ്പോൾ തന്നെ പിറന്നപ്പോൾ തന്നെ ദൈവദൂതർ പാടി. ദൈവദൂതർ വന്ന് അറിയിച്ചത് എവിടെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും ശക്തിയും പ്രത്യാശയും ലഭിക്കുന്ന ഒരു വചനമാണ്. ദൈവദൂതർ വന്നിട്ട് മലഞ്ചെരിവിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നവരോട് അന്വേഷിച്ചു പോയത് അവരോട് പറഞ്ഞു, ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന്. ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന്. കണ്ടോ, എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വെള്ളത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആ ശിശുവിനെ അവരെല്ലാവരും ചൂണ്ടി ആലോചിച്ച് മലഞ്ചേരിയിലുണ്ടായിരുന്ന ആ പാതിരാക്കി ആ ബേഥലേഹേമിലെ പുലിത്തൊഴുത്ത് അന്വേഷിച്ച് നടന്ന് കണ്ട് അവരെ ആരാധിച്ച് പുറപ്പെട്ടു. നമ്മളിവിടെ ആരാധനാ സമൂഹത്തിന്റെ കർത്താവായ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ സഹോദരങ്ങളുമാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. കണ്ടോ, നമ്മൾക്ക് വേണ്ടി പ്രകാശകിരണത്തെ ചൊരിക്കുന്ന ഈ സൂര്യനെ കണ്ടോ, ഈ സൂര്യനെ സൃഷ്ടിച്ച ജ്ഞാനത്തിന്റെ സർവാധിപനായ ദൈവം നമ്മുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഈ സൂര്യനെ കണ്ടോ, നമ്മൾ കേൾക്കുന്ന ഈ 12 മണി സമയത്ത് നമ്മളിവിടെ സൂര്യന് ചോടെ യാതൊരു മേച്ചിലുമില്ല, പൂരയുമില്ല. നമ്മൾ നിൽക്കാണ്. കാരണം എന്താണ്? നമ്മൾ ശരിയായിട്ട് AC-യിൽ എയർ കണ്ടീഷനിൽ നിൽക്കുന്ന മാതിരിയാണ്. കാരണം എന്താണ്? നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വബോധസ്ഥലം പറഞ്ഞു. ദൈവാത്മാവിനാൽ എന്താണ് അടിച്ചത്? കാരണം അവർക്ക് നോക്കിയപ്പോൾ തന്നെ കർത്താവായ യേശു ദൈവപുത്രനായിട്ട് അവർക്ക് ദൈവപുത്രനായിട്ട് ഈ പുസ്തകർക്ക് കണ്ടോ. നമ്മുടെ ഇതിനകത്തിരിക്കുന്നവർ നമ്മളിപ്പോ ഇവിടെ ദൈവപുത്രൻ വന്ന് ഈ ദൈവപുത്രനുണ്ടോ, നമ്മളിവിടെ ഈ ഫോട്ടോകൾ പിടിച്ചു വെച്ചിരിക്കുന്നവരൊക്കെ ഇതിനകത്ത് ഇപ്പൊ എന്താണ് പറഞ്ഞ്, അതായത് ഏറ്റവും വലിയ സുവർണ പറഞ്ഞ രീതിയിലുള്ള ബാറുകൾക്ക്, ഹോട്ടലുകൾക്ക്, നക്ഷത്ര ബാറുകൾക്ക് അനുസൃതമായി ഇതിനകത്ത് ജീവിക്കുകയാണ്. കാരണം എന്താണ്? 8 വയസ്സിൽ തുടങ്ങി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മാതാപിതാക്കളും ഗുരുഭൂതരും പഠിപ്പിച്ച മാർഗത്തിലൂടെ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രകാശം വരത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആ പ്രകാശം വരത്ത് ജീവിച്ച ആ പ്രകാശത്തിന് എതിരായി നടന്നതാണ് വിശ്വബോധസഭസ്ഥല റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇവിടെ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല. ഇവിടെ നിയമങ്ങളും കൽപ്പനകളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ പല കൽപ്പനകളും ലംഘനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ നിയമങ്ങളും കൽപ്പനകളും സൃഷ്ടിക്കപ്പെട്ടത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല. കാരണം എന്താ? നമ്മൾ എല്ലാവരും നിയമത്തിന് കീഴിലല്ല, നമ്മൾ കൃപയ്ക്ക് കീഴിലാണ്. ഇതിനകത്തുള്ളവര് നിയമത്തിന് കീഴിലാണ്. അവർ പോലീസിനെ വിളിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ പോലീസ് വന്നാലും നമ്മൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരോട് എതിർപ്പണോ ബുദ്ധിമുട്ടോ ഉണ്ടോ? നമ്മളെ ഒരാളെ അവർ കൈവങ്ങാൻ കൈവക്കില്ല. കാരണം എന്താ? നമ്മൾ കർത്താവിന്റെ ദാസരാണ്. കർത്താവിന്റെ ദാസര് പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ ഈ കർത്താവിന്റെ ദാസരായ നമ്മൾ എന്താണ്? ശാന്തശീലരും എളിമയുള്ളവരും. കാരണം എന്താ? ശാന്തശീലർ, എളിമയുള്ളവർ. എന്താണ് അതിന് ഈശോ തന്നെ പറഞ്ഞത്? അതായത് എളിമയുള്ളവർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. കണ്ടോ, കൃത്യമായിട്ട് വരാണ് ശാന്തശീലർ. നമ്മൾ ശാന്തശീലരാണ്. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശാന്തശീലർ ദൈവരാജ്യം അവരുടേതാണ്. അപ്പൊ ദൈവരാജ്യം സൃഷ്ടിക്കാൻ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശു സ്ഥാപിച്ച പരിസ്ഥിതിയിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞ ആ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഇവിടെ നമ്മൾക്ക് ഏകീകരണ കുർബാന വേണമെന്നും ആ കുർബാന കയറി പിടിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ആ യാത്രയിൽ പിന്നെ നടക്കാൻ പറ്റാതെ നമ്മുടെ ഷർട്ടുകളൊക്കെ കയറും, ആകെ പ്രശ്നമാകും, കേസുകളാകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ നമ്മളെന്താണ്? നിയമവിടെ സൃഷ്ടിക്കപ്പെട്ടത് നീതിമാന്മാർക്ക് വേണ്ടി അല്ല, അത് വഴി തെറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോലീസുകാരെ നമ്മളെ വിളിച്ച് നമുക്ക് ഇന്നമായി അസ്വസ്ഥത ഉണ്ടാക്കി നമ്മൾ നിയമാനുസരണം നടത്തുന്ന വിമോചന മുന്നണി ജാഥയാണ്, വാഹന പ്രചരണ ജാഥയാണ്. എല്ലാ തരത്തിലുമുള്ള നിയമ സംവിധാനത്തോടുകൂടി അതായത് അനുസരിച്ച് ഞങ്ങൾ മുന്നേറുന്നതാണ് ഞങ്ങളുടെ ജാഥ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഉടനെ വന്നു. ഞങ്ങളുടെ സാറ് സാറ് ബന്ധപ്പെട്ടിട്ടോ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് അവിടെ മുന്നേ അന്വേഷിച്ചത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ജീപ്പുകള് അനൗൺസ്മെന്റ് ചെയ്യുന്ന ജീപ്പുകൾക്ക് മുന്നേ തന്നെ എന്താണ് ഇതിന് ശരിയായ രീതിയിലുള്ള എല്ലാ ചർച്ചകളുണ്ടോ? ഇതിന് ശരിയായ നടപടിക്ക് മുമ്പുള്ള കടലാസുകളുണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പറും എടുത്തേൻ, നിങ്ങൾ അനൗൺസ്മെന്റിനുള്ള സാങ്ഷൻ ഓർഡർ എടുത്തേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ വന്നത്. കാരണം എന്താണ്?
നമ്മളിവിടെ കുഴപ്പക്കാരായിട്ടുള്ള ജാതിയാണല്ലോ നടത്തുന്നത്. അപ്പൊ പോലീസുകാരും മുന്നോട്ട് നോക്കിയിട്ട് അതേ രീതിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിയമം എഴുതി വെച്ചിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല. ഈ നിയമം രക്ഷിച്ചതിന് ഉള്ളിൽ കഴിയുന്ന വലിയ ഈപ്പവാറ് പോലെ സോപ്പവാറ് കെട്ടി പിന്നടക്കുന്ന കള്ളന്മാരും കപടർക്ക് വേണ്ടിയിട്ടാണ്. അതാ ഈ ദുഷ്ടരായ പ്രവാചകന്മാർക്കെതിരെ ദുഷ്ടരായ അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും അപ്പസ്തോലന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്തരായ മാർഗദർശി മത്തായി ശ്ലീഹ പറഞ്ഞു. അതായത് 24 അന്തരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം, അന്തരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം. എന്തുകൊണ്ടാണ് അങ്ങനെ ആയ ഈശോ പറയാൻ കാരണം? സ്നേഹത്തിന്റെ കൂടാശയായ ദിവ്യകാരുണ്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യ മക്കളോടൊപ്പം വസിക്കുന്ന ദിവ്യകാരുണ്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പറഞ്ഞ രീതിയിലുള്ള ബാറുകൾക്ക്, ഹോട്ടലുകൾക്ക്, നക്ഷത്ര ബാറുകൾക്ക് അനുസൃതമായി ഇതിനകത്ത് ജീവിക്കുകയാണ്. കാരണം എന്താണ്? 8 വയസ്സിൽ തുടങ്ങി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മാതാപിതാക്കളും ഗുരുഭൂതരും പഠിപ്പിച്ച മാർഗത്തിലൂടെ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രകാശം വരത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും നിയമത്തിന് കീഴിലല്ല, നമ്മൾ കൃപയ്ക്ക് കീഴിലാണ്. ഇതിനകത്തുള്ളവര് നിയമത്തിന് കീഴിലാണ്. അവർ പോലീസിനെ വിളിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ വന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ പോലീസ് വന്നാലും നമ്മൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരോട് എതിർപ്പമോ ബുദ്ധിമുട്ടോ ഉണ്ടോ? വളരെ സൃഷ്ടിച്ച ജനമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ ഇവിടുന്ന് വിടുന്ന ഓരോ വീഡിയോകളും ഭവനത്തിലിരുന്ന് ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതില് അങ്ങേറ്റത്ത് ഇങ്ങോട്ട് മൂന്നാമത്തേതും ഇങ്ങേറ്റത്ത് രണ്ടാമത്തേതായ ഭരണകുളങ്ങര എന്ന് പറയുന്ന ഒരു പിതാവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം പാഷാണത്തിൽ കൃമിയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. വെറുതെ പറയുന്നല്ല. ധൈര്യമാണെങ്കിൽ ആ പിതാവിന് കേസ് കൊടുക്കാം. ഇദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ ഫ്രാൻസിസ് ചുള്ളിക്കാട് എന്ന് പറയുന്ന പിതാവിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. സഭയുടെ തീരുമാനമനുസരിച്ച്, മാർപ്പാപ്പയുടെ തീരുമാനമനുസരിച്ച് പുരുഷന്മാർ തമ്മിലുള്ള വിവാഹവും സ്ത്രീകൾ തമ്മിലുള്ള വിവാഹവും സഭ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപറഞ്ഞ, അത് സത്യമാണ് പിതാവ് പറഞ്ഞത്, മാർപ്പാപ്പ പറഞ്ഞതെന്ന് ഏറ്റുപറഞ്ഞ ഫ്രാൻസിസ് ചുള്ളിക്കാട് എന്ന് പറയുന്ന ലത്തൻ പിതാവിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഈ ഭരണികുളങ്ങര ഇപ്പോൾ പിതാവാണല്ലോ. അദ്ദേഹം ഒബാമയെ സ്വാധീനിച്ച് ഒബാമയെ കൊണ്ട് മാർപ്പാപ്പയെ വിളിപ്പിച്ച് മാർപ്പാപ്പ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയാണ് ചെയ്തത്, അമേരിക്കയിൽ. അങ്ങനെ എവിടെയെല്ലാം കുതുകാല് വെട്ടാൻ സാധിക്കുന്നോ അവിടെയെല്ലാം കുതുകാല് വെട്ടിയ ഒരു എന്താ പറയുക, മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ഈ രൂപതയില് ഏറ്റവും കൂടുതൽ ആത്മായർ തമ്മില് പ്രശ്നങ്ങളുണ്ടാക്കിയ ഒന്നാം കക്ഷിയാണത്. ഒന്നാം കക്ഷി എന്ന് പറയാൻ പറ്റില്ല, ഒന്നാം കക്ഷി അതിന് പ്രതിരിപ്പുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എന്റെ ജഡേന്ദ്ര പിതാവ് ഭയങ്കര സുഹൃത്താണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും അമലേ എന്ന് വിളിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥ സുഹൃത്താണ്. ഇതൊക്കെ സുഹൃത്തുക്കളാണ്. ഇന്നലെയും കൂടി ഇപ്പൊ കടന്നുപോയ പിതാവ്, അപ്പൊ പിതാവ് അവിടെ പോയി കാണുന്നുണ്ടാവും. ഇന്നലെയും കൂടി പിതാവ് എന്നെ തോളി കണ്ണു കാണാൻ ഇന്നലെയും കൂടി എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോ ഞാൻ രാപകല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രാൻസിസ് പിതാവിനെ കുറിച്ചാണ്. ഫ്രാൻസിസ് പിതാവ് എന്നോട് നേരിട്ട് പറയണ്ടല്ലോ കേട്ടോ, എന്നെ വിളിക്കുന്ന ആംബുലൻസുകാരനാണ്. ആംബുലൻസ് ഓടിച്ചുകാരൻ എന്നെ ആംബുലൻസുകാരനെ വിളിക്കുന്നത്. സാരമില്ല, സന്തോഷം വരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പിതാവ് കണ്ണീരോടെ അമേരിക്കയിൽ നിന്ന് അവിടുന്ന് പുറത്തായി. ആ പുറത്തായ പിതാവിന് മാർപ്പാപ്പ 7 രാജ്യങ്ങളുടെ, ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് 7 രാജ്യങ്ങളുടെ ചുമതല കൊടുത്തു. അദ്ദേഹത്തെ അവിടെ നിന്ന് ഇപ്പോൾ റിട്ടയർഡായി, ഇപ്പോൾ ഇതിന് തന്നെ കഴിയുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ഒരു കർദിനാളാകാൻ വേണ്ടിയിട്ട് അതിന്റെ സംഘം കൂടിയിരിക്കുമ്പോൾ നന്നായിട്ട് ഇറ്റാലിയൻ സംസാരിക്കാൻ അറിയുന്ന ഈ ഭരണികുളങ്ങര പിതാവ് അവിടെ ചെന്ന് കുതികാല് വെട്ടി ഫ്രാൻസിസ് പിതാവിനെ പുറത്താക്കി. അതും എനിക്കറിയാം. പിതാവ് എന്നോട് പറഞ്ഞിട്ടില്ല,
എനിക്ക് റോമിൽ നിന്നും കിട്ടിയതും അമേരിക്കയിൽ നിന്നും കിട്ടിയതുമായ റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഉപ്പുമാങ്ങിട്ട പാത്രത്തിന്റെ പേരുകാരൻ എന്ന് പറഞ്ഞു, അദ്ദേഹം ഗവനിച്ചില്ല. എൻ്റെ തറവാടിന്റെ അടുത്ത് ഈ എടയന്തരത്ത് പിതാവിന് എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് അറിയാമോ? എന്നിനി അവരൊന്ന് ശപിച്ചാലും കാക്കവരാകിയ പോത്തിന് ഏൽക്കൂല എന്ന് പറഞ്ഞ പോലെ ഇനി അവരവിടെ ഒന്ന് ശപിച്ചാൽ പോലും എനിക്ക് ഏൽക്കൂല. ഞാൻ വളരുള്ളൂ. എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. അത് ഇവിടെ വളരെ ശക്തമായ രീതിയിൽ ബൈബിളൊക്കെ നമ്മുടെ പ്രിയ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറയുന്നതിന് വലിയ കഴമ്പൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് വെളുപ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദേശമുണ്ട്. അത് എബ്രായ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനമാണ്. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. അതൊരു സത്യമാണ്. നമുക്ക് വേർപ്പൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. ചില ആളുകൾ നമ്മളെ തെറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രക്തബന്ധുക്കൾ തെറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽവാസികൾ തെറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ ഇടവക ഗ്രൂപ്പിലുള്ളവർ പോലും, നമ്മുടെ യൂണിറ്റിലുള്ളവരും നമ്മളെ തെറി പറയുന്നുണ്ട്. പക്ഷെ രക്തം ചൊരിയാൻ വന്നിട്ടില്ല. നമ്മിൽ 1-2 പേരെയൊക്കെ തല്ലാനേ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയുന്നു, വിശുദ്ധനായ ഇന്ന് സഭയിൽ പേര് ചൊല്ലാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ എടപ്പള്ളിക്കാരനായ ജോർജ് അച്ഛൻ എന്നൊരു വിശുദ്ധനാണ്. ജോർജ് നേരെ വീട്ടിൽ, വളഞ്ഞ വീട്ടിലല്ല, ജോർജ് നേരെ വീട്ടിലച്ഛൻ പരിശുദ്ധ കുർബാന, സഭയുടെ കുർബാന ചെല്ലാൻ വേണ്ടി കയറിയ സമയത്ത് അദ്ദേഹത്തിനും നെഞ്ചത്ത് പിടിച്ച് അടിച്ച് തള്ളി. അദ്ദേഹം അവിടെ നിന്ന് നേരെ അദ്ദേഹത്തെ കുടഞ്ഞു വീണ് അദ്ദേഹത്തെ ലിസി ആശുപത്രിയിൽ കൊണ്ടുവന്നു. ലിസി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ? പനി മൂത്ത് വരുന്ന രോഗം എന്താ പറയുന്നത്? ന്യൂമോണിയ. നേരെ വീട്ടിലച്ഛൻ മരിച്ചത് ന്യൂമോണിയ മൂലമാണ്. ലിസി ആശുപത്രിയുടെ റിപ്പോർട്ടാണ്. അദ്ദേഹം കുർബാന ചൊല്ലി ആ ഇടവക്കാരോട് ചോദിച്ചാൽ അറിയാം, ആ നെഞ്ചത്ത് പിടിച്ച് അടിച്ചാണ് അദ്ദേഹത്തെ തള്ളി നീക്കിയ ആ സെക്കൻഡ് കൊച്ചച്ഛൻ എന്ന മഹാപിശാചി ഓടിച്ചെന്ന് കുർബാന ചൊല്ലി. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി സഹവികാരിയായ ആ സാത്താന്റെ സന്തതി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം നേരെ ഇയാൾ കുർബാന ചൊല്ലി. അതാണ് ഇന്ന് നേരെ വീട്ടിൽ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആലങ്ങാട് നിവാസികൾ. അച്ഛൻ ആലങ്ങാട് പള്ളിയിലെ വികാരിയായിരുന്നു, ഇവാഞ്ചലാശ്രമത്തിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. കാരണം അവിടെയുള്ള ഒരുപാട് പേര് ഇന്ന് നേരെ വീട്ടിലച്ഛ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ തന്നെ കാര്യം സാധിച്ചു. വളരെ സഡനായിട്ട് എത്ര പേര് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ഓരോരുത്തരുടെ അഡ്രസ് സഹിതം സാക്ഷ്യം ഞാൻ എഴുതി തന്നത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതാണ്. അത്രമാത്രം സഭയ്ക്ക് വേണ്ടി ധീരമായിട്ട് മരിക്കുന്നതിന് മുമ്പ് ആലഞ്ചേരി പിതാവിനെ കാണണമെന്ന് പറഞ്ഞു. ആലഞ്ചേരി പിതാവിനെ കാണാൻ വേണ്ടി ആലഞ്ചേരി പിതാവ് ഓടിച്ചെന്ന് കണ്ടപ്പോൾ പിതാവേ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കണം, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ പിതാവായിരിക്കണം എനിക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ബലിയർപ്പിക്കാനായിട്ട് പിതാവ് ചെന്നപ്പോൾ എന്റെ കൂട്ടുകാരനായ, എന്റെ നാട്ടുകാരനായ എടപ്പള്ളി പള്ളിയിലെ വികാരി ആന്റണി അദ്ദേഹം പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. പിതാവ് നോക്കിയിട്ട് പറ്റൂലെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പെരുമായനച്ഛൻ, എന്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായിട്ടില്ല. എന്റെ സ്റ്റെപ്പ് മദറാണ്. അമ്മയുടെ കുഴിമാടം അടക്കിയിരിക്കുന്ന, എന്റെ അപ്പന്റെ കുഴിമാടം അടക്കിയിരിക്കുന്ന ആ ഇടവകയിലെ അംഗമായിരുന്ന പെരുമായനച്ഛൻ, ആ പെരുമായനച്ഛൻ പറഞ്ഞു, ലെറ്റർ കൊടുത്തേച്ച് മെസ്സേജ് കൊടുത്തു, പിതാവിനെ കൊണ്ട് കുർബാന ചെല്ലിക്കരുന്നു. പിതാക്കന്മാരെ കൊണ്ട് കുർബാന ചെല്ലിക്കാത്ത പള്ളിയാണോ?
നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ മനസാക്ഷി കൊണ്ട് ചോദിക്കൂ, ഒരു പിതാവിനെ കയറ്റാത്ത പള്ളി പള്ളിയാണോ? ഒരു പിതാവിനെ കയറ്റാത്ത വൈദികനാണോ? ആത്മാർത്ഥം നെഞ്ചിൽ കൈവച്ചിട്ട് ചോദിക്കുക. ഇപ്പോൾ എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ, എൻ്റെ സഹപാഠിയും കളിക്കൂട്ടുകാരൻ മറ്റൊരു ഒരു അച്ഛൻ ബേസിൽ, അവിടെ അങ്കമാലിക്കടുത്തുള്ള ഒരു പള്ളി, ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് സംസാരിച്ചുവെന്ന്. കൂട്ടുകാരാ, എന്നെ അറിയുന്നവരാ, പേഴ്സണൽ അറിയുന്നവരാണ് ഞാൻ പറയുന്നത്. അപ്പോ അവിടെ ഒരു മെത്രാൻ ബെഞ്ചിരിക്കേണ്ടത്. എൻ്റെ കൂട്ടുകാരൻ ബേസിൽ കുഞ്ചപ്പശ്ശേരി ആ പള്ളി അങ്ങ് ബെഞ്ചിരിച്ചു. എന്താ ആലോചിച്ച്? അതായത് ഒരു പെങ്കൊച്ചിനെ വളർത്തി വലുതാക്കിയിട്ട് ആനപ്പാറപ്പള്ളിയിൽ ഇല്ലേ, ഒരു മകളെ വലുതാക്കിയിട്ട് വളർത്തി വലുതാക്കിയിട്ട് ആ മകളെ അപ്പം കിട്ടുമോ? അത്ര നീചനായ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹപാഠിയായ ബേസിൽ കുഞ്ഞപ്പശ്ശേരി ചെയ്തു. എന്താണെന്നറിയാമോ? ഇവരിപ്പോൾ നടക്കുന്ന ബ്ലാക്ക് മാസാണ്. സഭയ്ക്കെതിരെ സഭയുടെ ദേവാലയത്തിൽ ചെയ്തിരുന്നത് ബ്ലാക്ക് മാസാണ്. ആ ബ്ലാക്ക് മാസ്, ഈ ബ്ലാക്ക് മാസിൽ നിന്ന് ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ചെകുത്താനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാത്താനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ആ രണ്ടാം നിരയിലുള്ള പിതാവ്, ആലുവ UC കോളേജിന്റെ പുറകിലുള്ള ഒരു കോൺവെന്റ് വെഞ്ചരിക്കാനായിട്ട് പിതാവ് അവിടെ ചെന്നു. ആ കോൺവെന്റ് ക്ഷണം സ്വീകരിച്ച് ഞാനും അവിടെ ചെന്നു. ഈ അറ്റത്തിന് രണ്ടാമതിരിക്കുന്ന പിതാവ് മലയാറ്റൂരുകാരനാണ്, എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്താ വീട്. അപ്പോ പിതാവ് എന്നോട് പറഞ്ഞു, ഞാനിപ്പോ കുർബാന ചെല്ലുന്നില്ല, ഇപ്പോ കുർബാന സ്ഥാപിക്കുന്നില്ല. എന്താ പിതാവെന്ന് വെച്ച്, ഈ അലമ്പ് സാധനങ്ങൾ കൊണ്ട് പൊക്കോട്ടെ. എന്നിട്ട് ഈ പിതാവ് ഒപ്പിട്ടേക്കണം. ഇനി പിതാവിന്റെ ഒപ്പാണോ വ്യാജ ഒപ്പാണോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. ആരെങ്കിലും പരാതി കൊടുത്താൽ ഈ പിതാവ് എന്നോട് പറഞ്ഞാണ്, ഞാൻ ഈ ബൈബിൾ എടുത്തിട്ടില്ല വേണം, ഈ പിതാവ് എന്നോട് പറഞ്ഞാണ്, ഈ അലവരാതി അച്ഛന്മാരെ കൊണ്ട് പോട്ടെ, എന്നിട്ട് ഞാൻ കുർബാന സ്ഥാപിച്ചോളാം നമ്മുടെ തെളി. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മഠമാണത്, അതുകൊണ്ടാണ് എന്നെ മഠത്തിൽ ക്ഷണിച്ചത്. അപ്പോ അത്രമാത്രം നീചമായ പ്രവർത്തികൾ ഈ ജോസഫ് പിതാവിനെ കണ്ട സായിപ്പിനെ വെട്ടുന്ന ഇതാണ് ഇല്ലേ. താഴെ നിരയില് രണ്ടാമത് നിൽക്കുന്ന പിതാവൊക്കെ എന്താ പുത്തമ്പുറക്കല്, പുത്തം വീട്ടില് ആ കയ്യിങ്ങനെ പിടിച്ചു കഴിഞ്ഞാ അവലേ ഹലലിയ എന്താ പറഞ്ഞ പോലെ ആരും അവിടെ നിൽക്കട്ടെ, താഴേക്കുള്ള രണ്ടുപേരുടെ കാര്യം ഞാൻ പറയണില്ല. കാരണം ഞാൻ പറയണില്ല എന്താണെന്ന് വെച്ചാൽ, കാരണം അവരെൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്കതുകൊണ്ട് പറയാൻ പറ്റില്ല. അതെ, എന്തായിക്കോട്ടെ, ഞാൻ പറയുന്നില്ല, കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, എനിക്ക് എപ്പോഴും കയറിച്ചല്ല, ഇപ്പോൾ കയറിച്ചെല്ലാനുള്ള ലൈസൻസ് എൻ്റെ അകത്തുണ്ട്. പക്ഷെ നിങ്ങളെ കയറ്റാത്തവർക്ക് ഞാൻ പോകുന്നില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് കയറാൻ പറ്റാത്തവർക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളാരും പൗലോസപ്പോസ്തലന്റെ വാക്കുകൾ, നിങ്ങൾ ഇതുവരെയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? രക്തം ചൊരിയേണ്ടി വന്നവനാണ് ക്രിസ്ത്യാനി. രക്തം ചൊരിഞ്ഞ് നേടിയെടുത്താണ് ഈ സഭ. നമ്മുടെ പിതാക്കന്മാരെ രക്തം ചൊരിഞ്ഞ് അവര് നേടിയെടുത്ത സഭയാണ്. നമുക്ക് രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. വേണ്ടി വന്നാൽ രക്തം ചൊരിയാനും ഞങ്ങൾ തയ്യാറാണ്. സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, പരിശുദ്ധ കുർബാന ഏകീകരണത്തിന് വേണ്ടി രക്തം ചൊരിയാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയർമാനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കയ്യിൽ രേഖയുണ്ട്, കോടതിയിൽ കേസുള്ളത് കൊണ്ട് എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്ന് കിട്ടിയ രേഖയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു തരാം, പക്ഷേ അതെനിക്ക് പുറത്തേക്ക് വിടാനായിട്ട് പറ്റില്ല. ഏറ്റവും പ്രിയപ്പെട്ട സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇത്രയും സമയം
കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കഠിനമായ ചൂട്, നന്ദി പറയാണ് ഈശോ നിനക്ക്. കാരണം കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ശക്തമായ മഴ ഉണ്ടാകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നും. അനുകൂലമായ കാലാവസ്ഥ നൽകി. തുടക്കം മുതൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവർ തുടക്കം മുതൽ ഉണ്ടായിരുന്നവരും കൂട്ടിയാലും നല്ലൊരു ജനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയാൽ പരസ്പരം നോക്കിയാൽ കാണാം, തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആരും ഇവിടെ ഇല്ല. അതിന് ശേഷം വന്നവരാണ് ഇപ്പോൾ കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ ജനം കുറവായിരുന്നു എന്ന് ആരും കരുതണ്ട. തുടക്കം മുതൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. ഇതിൽ ശക്തമായ ഒരു സാന്നിധ്യം നമുക്കിന്നുണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ ദിവസം നമുക്കായിട്ട് ദൈവം നൽകിയെന്ന് നന്ദി പറയാം. നമ്മുടെ ഈ ഏകീകൃത കുർബാന ഈ ഒരൊറ്റ വിഷയമാണ് നമ്മുടെ മുൻപിലുള്ളത്. ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് പറഞ്ഞതുപോലെ ഈ ഇന്ത്യ ഇട്ട് വെച്ചിരിക്കുന്ന ഈ പിതാക്കന്മാരാണ് ഇന്ന് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂർത്തപുത്രന് സുബോധം ഉണ്ടായെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇവർക്കും ഈ സിനഡിലൂടെ സുബോധമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സർവശക്തനായ ദൈവത്തിന് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയ സ്നേഹിതരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ഇതിൻ്റെ ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് ഒരു പക്ഷേ ഞാൻ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം ആ മനുഷ്യൻ എത്രമാത്രം ഈ കഴിഞ്ഞ ജാഥയുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ വളരെയധികം തീക്ഷ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ വാക്കുകളില്ല. ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ജോർജ് ഡോക്ടർ എം പി ജോർജ് ഇപ്പോഴും തയ്യാറാണ് വൈകിട്ട് വരെയിരിക്കാനായിട്ട്. അയാളുടെ ആ തീക്ഷ്ണതയുടെ മുമ്പിൽ ശ്രമിക്കുന്നു ഡോക്ടർ എം പി ജോർജ്. അത്രയും തീക്ഷ്ണതയോടുകൂടി പിന്നെ ഡോക്ടർ എം പി ജോർജ് പറഞ്ഞ ഒറ്റ വാക്ക്, ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആണ് പുള്ളി ഇതിന് തയ്യാറായത്. 5 മണി വരെ ഇരിക്കാൻ തയ്യാറാണ് ഞാനെന്ന് പറഞ്ഞ ആ മനുഷ്യൻ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, തുടക്കം മുതൽ ഈ വെയിൽ കൊണ്ട് ഇവിടെ ആരെല്ലാം പ്രസംഗിച്ച് ആരെല്ലാം എന്തൊക്കെ ചെയ്തോ അവരോടൊപ്പം നിന്ന് ഒരൊറ്റ വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടർ എം പി ജോർജ്. താങ്ക് യു ചെയർമാൻ ഡോക്ടർ എം പി ജോർജ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ദൈവം കാണുന്നുണ്ടായെന്ന് ദൈവം തന്നെ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും, ജോസഫ്, പിന്നെ ജെയ്സ്, നമ്മുടെ ഷൈജൻ എന്ന് വേണ്ട ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പേരൊക്കെ പറഞ്ഞു. പിന്നെ ഷൈബി, പിന്നെ പോൾസൺ കുള്ളിയിരിപ്പിൽ, ലിജോയി, ജോസ് അമ്പലത്തിങ്കൽ, ഇടയ്ക്ക് ബിനോയിന് കണ്ടിരുന്നു. ബിനോയ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം അത് ശ്രമിക്കണം. നമുക്ക് വേണ്ട എല്ലാ സഹായം നൽകിയ ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും നന്ദി പറയുന്നു. ഒരു മീഡിയ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് സമരങ്ങൾ ഇനിയുണ്ട്. അതുകൊണ്ട് കൊടി തോരണങ്ങൾ, ഷാളുകളെല്ലാം വൈദ്യ ഫ്രാൻസിസ് ചേട്ടനെ ഏൽപ്പിക്കണം. ഈ പരിപാടിയുടെ നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ബിനോയിന്, തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള നമ്മുടെ കരുത്തരായ ഇതിൻ്റെ സംഘാടക സമിതിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ ബിനോയിനെ വളരെ ആത്മാർത്ഥമായി ഞാൻ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ വാർത്ത എന്ന് പറയുന്നു. ഒരു പ്രാർത്ഥന ഗാനം ആരാണ് പാടുന്നത്? സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നായിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നായിക്കണേ. ശാന്തിയേകുന്ന ദിവ്യസന്ദേശം മാനസാന്തരമാർഗമായി യേശുയേ വിമോചക അനന് വിശ്വമാതയിൽ ഘോഷിക്കാൻ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നായിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ
ശക്തിയേകി നയിക്കണേ. മാർപ്പാപ്പ നീണാൾ വാഴട്ടെ, പരിശുദ്ധ സിംഹാസനം നീണാൾ വാഴട്ടെ. കനികാലി പൊടിയുടെ പിതാക്കന്മാരെ സിനഡിൽ നിന്ന് പുറത്താക്കുക. കനികാലി പൊടിയുടെ പിതാക്കന്മാരെ സിനഡിൽ നിന്ന് പുറത്താക്കുക. കൂലിയാംഗങ്ങളെ അഴിച്ചുപിടിക്കുക. സിനഡിൽ ആത്മായ പ്രാതിനിധ്യം ഉറപ്പാക്കുക. വ്യാജരേഖ ചമച്ച പിതാക്കന്മാരെ എതിരായിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. വ്യാജരേഖ ചമച്ച പിതാക്കന്മാർക്കെതിരായിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. ചർച്ച നടപ്പാക്കുക.